ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ചിക്കൻ കറി എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണയിൽ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് മസാലയാണ് തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ വറുത്ത് കോരുന്ന എണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ സെപ്പറേറ്റ് വേറെ എണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കറിക്ക് വേണ്ടിയിട്ട് അല്ലാണ്ട് സെപ്പറേറ്റ് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത എണ്ണ തന്നെയാണ് ഞാൻ വീണ്ടും ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തേട്ടാം. അപ്പോൾ സവാള വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് പച്ചമുളകും വേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതെടുക്കാനായിട്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ തന്നെ നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. തക്കാളിയും കൂടി ഈ ഒരു മസാലയിലോട്ട് ആഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ ഈ മസാലയിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പകരം നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയി കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ചിക്കൻ, നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചിക്കനും മസാലയും കൂടെ വന്നിട്ട് ഇളക്കി ചേർക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ. അതിന് ശേഷം നമുക്ക് ചിക്കൻ കറിക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമ്മൾ സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ വെച്ചത് വറുത്തിട്ടല്ല ചിക്കൻ കറി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ ഉള്ളൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ചാറ് കുറച്ചൊന്ന് വറ്റി തിക്കായി വരുമ്പോഴേക്കും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.